നാം ഓരോരുത്തരുടെയും കണ്ണുകൾക്ക് കാഴ്ച വ്യത്യസ്തമാണ്. ചില ആളുകൾക്ക് കണ്ണാടി പോലും വേണ്ട. കണ്ണാടിയുള്ള ആളുകളുടെ തന്നെ പവറുകൾ വ്യത്യസ്തമാണ്. അപ്പൊ ഭൗതികമായി നേത്രത്തിന് തന്നെ വ്യത്യസ്തങ്ങളായ ശക്തിവിശേഷങ്ങളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അന്തർചക്ഷുസ്, നമ്മളുടെ അന്തർനേത്രം, ആന്തരികമായ കണ്ണുകൾ, അതിനും വ്യത്യസ്തമായ ചക്രവാളങ്ങളാണ് കാണാനാവുക. ഓരോ മനുഷ്യന്റെയും ധാരണകളുടെയും തെറ്റിദ്ധാരണകളുടെയും അറിവിന്റെയും അറിവുകേടിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഓരോരുത്തരും അവരവരുടേതായ ലോകങ്ങൾ നിർമ്മിക്കുന്നത്. MN വിജയൻ മാഷിന്റെ ഒരു പുസ്തകത്തിന്റെ തലക്കെട്ട് തന്നെ മനുഷ്യർ പാർക്കുന്ന ലോകങ്ങളെന്നാണ്. മനുഷ്യർ പാർക്കുന്ന ലോകമെന്നല്ല, മനുഷ്യർ പാർക്കുന്ന ലോകങ്ങളെന്നാണ്. ക്രിസ്തുവിന് വളരെ മുമ്പ് ജീവിച്ചിരുന്ന ഒരു യവന തത്വചിന്തകനാണ് ഹെറാക്ലിറ്റസ്. അദ്ദേഹം പറയും, ഉറങ്ങുന്നവർക്കെല്ലാം അവരവരുടേതായ ഓരോ ലോകങ്ങളുണ്ട്. എന്നാൽ ഉണർന്നെണീറ്റവർക്ക് പൊതുവായി ഒരൊറ്റ ലോകമേ ഉള്ളൂ. വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ഉറങ്ങിപ്പോകുന്ന മനുഷ്യരുണ്ട്. സമ്പത്തിൽ മയങ്ങിപ്പോകുന്ന മനുഷ്യരുണ്ട്. അധികാരത്തിൽ മയങ്ങിപ്പോകുന്ന മനുഷ്യരുണ്ട്. പ്രശസ്തിയിൽ മയങ്ങിപ്പോകുന്ന മനുഷ്യരുണ്ട്. കാമനകളിൽ മയങ്ങിപ്പോകുന്ന മനുഷ്യരുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് അസൂയയിൽ മയങ്ങിപ്പോകുന്ന മനുഷ്യരുണ്ട്. പ്രതികാരാഗ്നിയിൽ മയങ്ങിപ്പോകുന്ന മനുഷ്യരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വൈകാരിക അവസ്ഥകളുടെ ഉച്ചസ്ഥായിൽപ്പെട്ടുഴലുന്ന മനുഷ്യർ അവരവരായിരിക്കുന്ന, അവരവർ നിർമ്മിക്കുന്ന വൈയക്തികങ്ങളായ ലോകങ്ങളിൽ സ്വയം നീറി ഒടുങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയാണ് പറയുന്നത്, ഉറങ്ങുന്നവർക്കെല്ലാം അവരവരുടേതായ ലോകക്രമങ്ങളുണ്ട്. എന്നാൽ ഉണർന്നെണീറ്റവർക്കെല്ലാം പൊതുവായി ഒരൊറ്റ ലോകമേ ഉള്ളൂ. അത് നമ്മളുടെ ധാരണകളിൽ നിന്ന്, തെറ്റിദ്ധാരണകളിൽ നിന്ന്, വങ്കത്തരങ്ങളിൽ നിന്ന്, അല്പത്തരങ്ങളിൽ നിന്ന് നമ്മൾ ഉണർന്നെണീൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ പൊതുലോകത്തിലേക്ക്, ഒരാകാശവും ഒരു ഭൂമിയും ഒരു സൂര്യനും എന്നുള്ള ആ വിശാലമായ കാഴ്ചപ്പാടിലേക്ക് നാം ഉണരുകയും അവിടെ ജീവിക്കുവാൻ നമുക്ക് ശേഷിയുണ്ടാവുന്നതും അപ്പോൾ മാത്രമാണ്. മനുഷ്യർ അവനവന്റെ വീക്ഷണഗതി അനുസരിച്ച് ഓരോ ലോകങ്ങളിൽ ജീവിക്കുന്നു എന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചുവെങ്കിൽ അതിനെ ഒന്നും മുച്ചൂടും തകർത്തെടുക്കാൻ വേദപുസ്തകം നമുക്ക് സമ്മാനിക്കുന്ന ചില ലോകങ്ങളുണ്ട്. മനുഷ്യർ പാർക്കാൻ ദൈവം നിശ്ചയിച്ച ചില ലോകക്രമങ്ങളുണ്ട്. അത് ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടിയിരുന്നത്, ജീവിക്കേണ്ടത്, ജീവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മളെ സൂചിപ്പിക്കുന്ന തരത്തിൽ വ്യത്യസ്തങ്ങളായ ലോകക്രമങ്ങളെ കുറിച്ച് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നുണ്ട്. നമ്മൾ പാർക്കുന്ന ലോകങ്ങളിൽ നിന്ന് നമ്മളെ പുറത്തിറക്കി തിരുവെഴുത്ത് നമ്മളോട് പഠിപ്പിക്കുന്ന ഈ ലോകക്രമങ്ങളിലേക്ക് കയറിപ്പാർക്കാനുള്ള ഒരു പ്രാരംഭ നിമിഷമായി ഈ സന്ധ്യയെ നമുക്ക് പരിണമിപ്പിക്കേണ്ടതുണ്ട്. ദൈവം മനുഷ്യന് പാർക്കാൻ നിശ്ചയിച്ച ഈ ലോകങ്ങളെ കുറിച്ച് എനിക്കൊരു സൂചന ലഭിക്കുന്നത് 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെന്റ് സൈമൺ ദ ന്യൂ തിയോളജിയൻ, നവീന ദൈവശാസ്ത്രജ്ഞനായ ശിമിയോൻ എന്ന് പറയുന്ന പിതാവിന്റെ എഴുത്തുകളിൽ നിന്നാണ്. വളരെ ചെറിയൊരു പരാമർശം മാൻ ആൻഡ് ദ എൻവയോൺമെന്റ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെതായി വായിക്കാനിടയായി. അദ്ദേഹം പറയുന്നു, മനുഷ്യർക്ക് പാർക്കാൻ ദൈവം 3 ലോകക്രമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. 1 ഏദൻ തോട്ടത്തിലെ ലോകം, 2 പെട്ടകത്തിലെ ലോകം, 3 ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം. 1 ഭൂതകാലത്തിന്റെ സുവർണ സ്മൃതികളെ ഓർമ്മിപ്പിക്കുമെങ്കിൽ 2 വർത്തമാനകാലത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ഓർമ്മിപ്പിക്കുമെങ്കിൽ 3-ാമത്തേത് ഭാവി കാലത്തിന്റെ അനുഭൂതികളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ 3 ലോകക്രമങ്ങളും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 12-ാം അധ്യായം 1-ാം വാക്യം വരെ ഉള്ള ഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെയുള്ള ആ ഭാഗത്തെക്കുറിച്ച് പൊതുവെ വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത് അത് വേദപുസ്തകത്തിന്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണെന്നാണ്, ഒരവതാരികയാണെന്നാണ്.
എല്ലാ പുസ്തകങ്ങൾക്കും ഒരു അവതാരികയുണ്ട്. നമ്മൾ ഏത് പുസ്തകം വായിച്ചാലും വാങ്ങിച്ചാലും നമ്മൾ കാണും ആ പുസ്തകത്തിന് ഒരു അവതാരിക ഭാഗമുണ്ട്. ഒരാൾ ആ പുസ്തകം അവതരിപ്പിക്കുന്നുണ്ടാവും. ആ അവതാരികയിലുണ്ടാവും എന്താണ് ആ പുസ്തകത്തിൽ എഴുത്തുകാരൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ പുസ്തകത്തിന്റെ സത്തയും സാരാംശവും എന്താണ് എന്ന് ആ പുസ്തകത്തിൽ ആ അവതാരികയിൽ കൊടുത്തിട്ടുണ്ടാവും. അത്തരത്തിൽ സത്യവേദ പുസ്തകത്തിന്റെ ഒരു അവതാരിക ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ എന്ന് പറയുന്നു. അതിൽ പരാമർശിക്കുന്ന പ്രീ ഹിസ്റ്റോറിക് ചരിത്രാതീത കാലമെന്ന് വിവക്ഷിക്കുന്ന ഈ ആദ്യത്തെ 11 അധ്യായങ്ങളിലാണ് ഈ 3 കഥാസന്ദർഭങ്ങളും ഉൾക്കൊള്ളുന്നത്. യഥാർത്ഥത്തിൽ ഇതിനെ ചരിത്രാതീത കാലമെന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? എബ്രായ വേദചരിത്രത്തിന്റെ നിയതമായ സ്പഷ്ടമായ ഒരു ചരിത്രഗതി അത് ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ അബ്രാമിന്റെ ദേശാന്തര യാത്ര മുതൽ അബ്രാമിൽ നിന്ന് ഇസ്ഹാക്കിലേക്കും, ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബിലേക്കും, യാക്കോബിൽ നിന്ന് യൗസേപ്പിലേക്കും, പിന്നീട് മിസ്രൈമിലുള്ള ഇസ്രായേൽ മക്കളുടെ പ്രവാസത്തിലേക്കും, അവരുടെ വിമോചന നായകനായ മോശയിലേക്കും, മോശയിൽ നിന്ന് യോശുവായിലേക്കും, പിന്നീട് കനാൻ ദേശത്തേക്കും, ന്യായാധിപന്മാരിലേക്കും, രാജാക്കന്മാരിലേക്കും, രാജാക്കന്മാരുടെ കാലത്ത് ശലോമോന്റെ മക്കളുടെ കാലത്തുള്ള വിഭജനത്തിലേക്കും, പിന്നീടുള്ള പ്രവാസത്തിലേക്കും, പ്രവാസത്തിന് ശേഷമുള്ള പ്രവാചകന്മാരിലേക്കും, ആ പ്രവാചകന്മാരുടെ പ്രവചനത്തിന്റെ സമാപ്തിയായി യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന അവസാനത്തെ പ്രവാചകനിലേക്കും, ആ അവസാനത്തെ പ്രവാചകന്റെ വഴിയൊരുക്കലിന്റെ സമാപനമായി മശിഹായുടെ വരവിലും എത്തിച്ചേരുന്ന ഇസ്രായേലിന്റെ മശിഹാ ചരിത്രത്തിന്റെ നിയതവും സ്പഷ്ടവുമായ ചരിത്രാഖ്യാനം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം മുതലാണ് ആരംഭിക്കുന്നത് എന്ന് നമുക്ക് പറയാം. അതിന് തൊട്ടു മുന്നായുള്ളതെല്ലാം ചരിത്രാതീത കാലമെന്ന് പൊതുവെ വിശേഷിപ്പിക്കും. ആ ചരിത്രാതീത കാലത്തിലെ ഒന്നാമത് ദൈവം പറയുന്ന ലോകക്രമമാണ് ഏദൻ തോട്ടത്തിലെ ലോകം. എങ്ങനെയാണ് ഏദൻ തോട്ടത്തിലെ ലോകം വർണ്ണിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ഇങ്ങനെയാണ് വേദപുസ്തകം പ്രാരംഭം കുറിക്കുന്നത്. മഹാനായ വിശുദ്ധ ബെസേലിയോസ് പറയും, ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അത് ഒരു ഒറ്റ വരി തലക്കെട്ടായിട്ട് നിങ്ങൾ കരുതണം. അദ്ദേഹം എക്സാമറോണിൽ ഇത് വിശദീകരിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്. നമ്മളിങ്ങനെ ഒരു അസൈൻമെന്റ് ഒക്കെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ ഒരു അസൈൻമെന്റ് കൊടുക്കുമ്പോൾ ഒരു വിഷയത്തെ പുരസ്കരിച്ചാണ് എഴുതുന്നത്. ആ വിഷയത്തിന് അസൈൻമെന്റ് എഴുതുമ്പോൾ അതിന്റെ ഒരു തലക്കെട്ട് കൊടുക്കും. എന്താണ് ആ തലക്കെട്ടാണത്? ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്. പിന്നെ ഓരോ ദിവസവും എന്താണ് സൃഷ്ടിച്ചത് എന്ന് കൃത്യമായി 1, 2 ക്രമമിട്ട് പറയുകയാണ്. 1-ാം ദിവസം വെളിച്ചമുണ്ടായി എന്നാണ് പറയുക. 2-ാം ദിനം വെള്ളം വേർതിരിച്ചു. 3-ാം ദിനം കരയുണ്ടായി, പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഉണ്ടായി, ഫലം കായ്ക്കുന്ന മരങ്ങളുമുണ്ടായി. 4-ാം ദിനം സൂര്യനും ചന്ദ്രനും ഉണ്ടായി. 5-ാം ദിനം ജലജന്തുക്കളും പറവകളും ഉണ്ടായി. 6-ാം ദിനം ഭൂചര ജന്തുക്കളുണ്ടായി. ഒടുവിൽ അന്ന് അന്തിയായപ്പോഴേക്കും മനുഷ്യനും ഉണ്ടാവുന്നു. പിന്നെ നമുക്കറിയാവുന്നതുപോലെ, ആദമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി, തോട്ടം സൂക്ഷിപ്പാനും കായ്കനികൾ ഭക്ഷിപ്പാനും എന്നുള്ള കഥ പറയുന്നത് പോലെ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഏദൻ തോട്ടത്തിന്റെ കഥ. ഇതൊരു കഥയല്ലേ? ഇതൊരു കഥയല്ലേ? എന്തുകൊണ്ടാണ് സനാതന പാരമ്പര്യങ്ങളിലെല്ലാം, പുരാതന പാരമ്പര്യങ്ങളിലെല്ലാം സത്യം കഥാരൂപത്തിൽ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത്? മഹാഭാരതം എന്ന ഇതിഹാസം നമ്മൾക്കെല്ലാവർക്കും അതിന്റെ സംക്ഷിപ്തം അറിയാം. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള കുരുക്ഷേത്ര യുദ്ധമാണ്.
കൃഷ്ണന്റെ സഹായത്തോടുകൂടിയാണ് പാണ്ഡവർ ആ യുദ്ധത്തിൽ വിജയിക്കുന്നത് എന്ന് നമുക്കറിയാം. കൗരവപക്ഷത്ത് 101 പേരുണ്ട്. അതിലൊന്നാമത്തവൻ ദുര്യോധനൻ. ധനം ദുർവ്യയം ചെയ്യുന്നവനാരോ അവനാണ് ദുര്യോധനൻ, നമ്മുടെ ഭാഷയിലെ ധൂർത്തപുത്രൻ. രണ്ടാമതൊരുത്തൻ ദുശാസനൻ, തെറ്റായ ശാസനകൾ മാത്രം പറയുന്നവൻ, വായിൽ അസഭ്യം മാത്രം പറയുന്നവൻ ദുശാസനൻ. ഇങ്ങനെ കൂട്ടി ദുശള വരെ 101. ഇപ്പുറത്ത് ധർമ്മം മാത്രം പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ധർമ്മപുത്രർ, ഭീമമായ ബലമുള്ള ഭീമൻ, ഋജുവായ ബുദ്ധിയുള്ള നേർക്കാഴ്ചയുള്ള അർജുനൻ. ഇങ്ങനെ ഒരു പറ്റം. ഇവരോടൊപ്പമാണ് കൃഷ്ണൻ. എല്ലാത്തിനെയും ആകർഷിക്കുന്നവൻ കൃഷ്ണൻ. അതുകൊണ്ടാണ് കാർമുകിൽ വർണ്ണൻ. എല്ലാത്തിനെയും ആകർഷിക്കുന്ന തമോഗർത്തം പോലെ അത്രയ്ക്ക് ശേഷിയുള്ള, ആകിരണ ശേഷിയുള്ള ഒരാൾ എന്നുള്ള നിലയിലാണ് ആ വാക്ക്. അയാളുടെ കയ്യിലുള്ള ആയുധം സുദർശനമാണ്. ആ സുദർശന ചക്രം കൊണ്ടാണ് അയാൾ അധർമ്മമൂർത്തികളെ എല്ലാം നിഗ്രഹിക്കുന്നത്. സുദർശനം എന്ന വാക്കിന്റെ അർത്ഥം സുദർശനം, നല്ല കാഴ്ച, നല്ലത് കാണാനുള്ള കണ്ണ്. നല്ലത് കാണാനുള്ള കണ്ണുണ്ടെങ്കിൽ തിന്മകളെ നിഗ്രഹിക്കാൻ എന്തെളുപ്പമാണ്. നമ്മൾ പരസ്പരം എത്ര അടുപ്പമുള്ളവരാണെങ്കിലും അറിവുള്ളവരാണെങ്കിലും, നമ്മൾക്ക് എത്ര നാൾ ഒരുമിച്ച് സഹവസിച്ചവരാണെങ്കിലും, അയാളുടെ നമ്മളുടെ സഹയാത്രികന്റെ 10 നല്ല ഗുണങ്ങളാണോ 10 ചീത്ത ഗുണങ്ങളാണോ 10 മിനിറ്റ് കൊണ്ട് ഒരു വെള്ള പേപ്പറിൽ പെട്ടെന്ന് എഴുതാൻ പറ്റുന്നത്? ചീത്ത ഗുണങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്, പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും. നല്ലത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ 2, 3, 4 എണ്ണം കഴിയുമ്പോൾ നമ്മൾ പിന്നെ ചിന്തിക്കാൻ തുടങ്ങും, ഇനി എന്നെ പറയണോ പറഞ്ഞ അവൻ ഇനി അഹങ്കരിച്ച് പോയാലോ? ഇല്ല, നല്ലത് പറയാൻ വലിയ പ്രയാസമാണ് നമുക്ക്. സുദർശനം, നല്ലത് കാണാനുള്ള ഒരു കണ്ണ്, അതുണ്ടാവുക എന്ന് മഹാഭാരതത്തിന്റെ ഈ കഥ ഞാൻ ഒരു തത്വം മാത്രമേ അവിടെ വിശദീകരിക്കുന്നുള്ളൂ. എന്തുകൊണ്ട് കഥാരൂപത്തിൽ പറയുന്നു? വേദപുസ്തകത്തിൽ ഏദൻ തോട്ടത്തിലെ കഥ നമ്മളോട് ഒന്നാമത് പറയുന്നത് നല്ലത് കാണാൻ ഒരു കണ്ണുണ്ടാവണമെന്ന് തന്നെയാണ്. കാരണം വേദപുസ്തകത്തിൽ ഓരോ ദിവസത്തെയും സൃഷ്ടി കഴിയുമ്പോൾ ദൈവം എന്താ പറയുക? എല്ലാം നല്ലത്, എവരിത്തിങ് ഈസ് ഗുഡ്. എല്ലാം നല്ലത് എന്ന് പറയുന്ന ഒരു ലോകവും കാലവുമാണ് ഏദൻ തോട്ടത്തിൻ്റെത്. നാം ജീവിക്കുന്ന നമ്മുടെ ധാരണകളുടെയും തെറ്റിദ്ധാരണകളുടെയും അറിവിന്റെയും അറിവുകേടിന്റെയും താന്താങ്ങളുടെ ലോകത്തിൽ നിന്ന് പുറത്തിറങ്ങി വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ലോകക്രമത്തിൽ നമ്മളുടെ ആവാസം ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ ആദ്യം പരിശീലിക്കേണ്ടത് നല്ലത് കാണാൻ ഒരു കണ്ണ് നമുക്കുണ്ടാവണം. എല്ലാവരുടെയും നന്മയെ അംഗീകരിക്കാൻ, എല്ലാത്തിന്റെയും നന്മയെ അംഗീകരിക്കാൻ ഉള്ള ഒരു കാഴ്ചപ്പാട്, വിശാലമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണമെന്ന് തന്നെയാണ്. ക്രൈസ്റ്റ് ഈസ് ദ ഹ്യൂമൻ ഫേസ് ഓഫ് ഗോഡ് എന്നാണ് പറയുക. ക്രിസ്തു ദൈവത്തിന്റെ മാനുഷിക മുഖമെന്നാണ് പിതാക്കന്മാർ പറയുക. ക്രിസ്തുവിന്റെ കാഴ്ചപ്പാട് നോക്കുക. ക്രിസ്തുവിനെ അനുകരിക്കലാണല്ലോ ആത്യന്തികമായി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗധേയം. അങ്ങനെയാണെങ്കിൽ ഒരു വേശ്യ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരീരം വിൽക്കുന്നവളെന്നാണ്. പക്ഷെ ക്രിസ്തുവിന്റെ മുമ്പിൽ അങ്ങനെ ഒരുവൾ ചെല്ലുമ്പോ അവൾക്കൊരു പുതിയ അർത്ഥം ക്രിസ്തു കൊടുക്കുന്നുണ്ട്. പാപമോചനം വാങ്ങിക്കുന്നവൾ. ഒരു കള്ളൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന അർത്ഥം ഈ ഭൂമിയിലെ സ്വർണവും പണവും ഒക്കെ മോഷ്ടിക്കുന്നവനെന്നാണ്. എന്നാൽ ക്രിസ്തു ഒരു കള്ളന് നൽകുന്ന അർത്ഥം മനസ്സ് വെച്ചാൽ പറുദീസ വരെ മോഷ്ടിക്കാൻ ശേഷിയുള്ളവനാണ് ഒരു കള്ളൻ എന്നാണ്. ഇതാണ് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട്, വ്യതിരക്തമായ ഒരു കാഴ്ചപ്പാട്, വേറിട്ട ഒരു നിലപാട് എന്ന് പറയുന്നത്. ഇങ്ങനെ നല്ലത് കാണാൻ ഏത് തിന്മപ്പെട്ട അവസ്ഥയിലും ഏത് തരത്തിലുള്ള മോശം സാഹചര്യത്തിലും ഒരു മെച്ചപ്പെട്ട കാലത്തെ സ്വപ്നം കാണാൻ, ഒരു മെച്ചപ്പെട്ട അവസ്ഥയെ സ്വപ്നം കാണാൻ നമുക്ക് ശേഷി ഉണ്ടാവണം. എല്ലാം നല്ലതിനെ വരൂ. ദൈവം നമുക്കായി ഒരുക്കുന്നതെല്ലാം നല്ലതിനായി, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുന്ന ആ അപ്പോസ്തലന്മാരുടെ ഒരു തെളിമയുണ്ടല്ലോ, അവരുടെ ബൗദ്ധികതയുടെ ഒരു തെളിമയുണ്ടല്ലോ. ആ തെളിമയിലേക്കാണ് നാം ഓരോരുത്തരും വളർന്ന് വരേണ്ടത് എന്ന് തിരുവെഴുത്തിലെ ഒന്നാം ലോകത്തിന്റെ ഒന്നാമത്തെ ആശയം നമ്മളോട് പറയും. വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഇതൊരു കഥയല്ലേ? എന്തുകൊണ്ടാണ് കഥാരൂപത്തിൽ ഇങ്ങനെ പറയുന്നത്? മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി ഒരിക്കൽ പറഞ്ഞ ഒരു കഥയുണ്ട്.
തിരുമേനി ഒരിക്കൽ അമേരിക്കയിൽ പോയിട്ട് തിരിച്ച് തിരുവല്ലായിൽ തിരുമേനിയുടെ അരമനയിൽ, പുലാത്തിയിൽ അരമനയിൽ ഇരിക്കുമ്പോ, തിരുമേനി അരമനയിൽ ഇരിക്കുമ്പോ അമേരിക്കയിൽ പോയിട്ട് മടങ്ങി വന്ന ഒരു കുഞ്ഞവറാച്ചൻ അവിടെ വന്നു. അപ്പൊ ഈ കുഞ്ഞവറാച്ചൻ തിരുമേനിയോട് പറഞ്ഞ് അമേരിക്കയിൽ പോയിട്ട് വന്നതാണ്. അപ്പൊ തിരുമേനി ചോദിച്ചു, അമേരിക്കയിലൊക്കെ എന്തുണ്ട് വിശേഷം? നല്ലതാണ്, അമേരിക്കയൊക്കെ വളരെ നല്ലതാണ് ഒക്കെ കുഞ്ഞവറാച്ചൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ തിരുമേനി ഒരു കാര്യത്തിൽ മാത്രം ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവിടെയുള്ളവന്മാര് കുതിരയ്ക്ക് കുതിരയെന്നല്ല പറയുന്നു പറഞ്ഞു. കുഞ്ഞവറാച്ചൻ എവിടെയോ കുതിരയെ കാണാൻ പോയപ്പോ അവര് വേറെ ഏതാണ്ട് വിളിച്ചു. ഹോഴ്സ് എന്നൊക്കെ ആയിരിക്കുമല്ലോ വിളിക്കുന്നത്, ഇംഗ്ലീഷിലായിരിക്കുമല്ലോ അവര് വിളിക്കുന്നത്. അപ്പൊ കുഞ്ഞവറാച്ചൻ പറയുന്ന ഒരു കുതിര പോകുന്നു എന്ന് പറഞ്ഞപ്പോ അമേരിക്കക്കാര് സമ്മതിക്കുന്നില്ല. അപ്പൊ അവര് കുതിരയ്ക്ക് കുതിരയെന്നല്ല പറയുന്നത്. ചൈനയിൽ കുതിരയ്ക്ക് കുതിരയെന്നാണോ പറയുന്നത്? അർജന്റീനയിലാണോ പറയുന്നത്? എങ്ങും ഇതൊന്നും അല്ലല്ലോ പറയുന്നത്, അവരവരുടെ ഭാഷയിലല്ലേ പറയുന്നത്. ഭാഷയ്ക്ക് ദേശത്തിന്റെ പരിമിതിയുണ്ട്, മനസ്സിലിരിക്കട്ടെ. ഭാഷയ്ക്ക് ദേശത്തിന്റെ പരിമിതിയുണ്ട്. ഇനി ഇപ്പൊ വൃശ്ചികം കഴിയാറായി, ശബരിമലയിലേക്ക് ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്രതകാലമാണ്. ശബരിമല അയ്യപ്പനെ വിളിച്ചിട്ടാണ് ആളുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഇവിടെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. പ്രസംഗത്തിനിടയ്ക്ക് ഇതിലെ ഒരു പാമ്പ് കയറി വരികയെന്ന് വിചാരിക്കും. നമ്മൾ ആദ്യം എന്താ പറയാ? അയ്യോ അയ്യോ. ഇനി പോട്ടെ, നിങ്ങള് ഒരു ഫോൺ വരികയാണ്, നമ്മൾക്കൊരു ഫോൺ വന്നിട്ട് നമ്മളോട് പറയുകയാണ് നമ്മുടെ ഒരാൾ മരിച്ചുപോയി. അയ്യോ. ചില പിള്ളേർ പരീക്ഷ എഴുതിയിട്ട് ജയിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. അപ്പോഴാണ് റിസൾട്ട് വന്നപ്പോ ഇപ്പോഴത്തെ മോഡറേഷനില്ലേ, ജയിച്ചു, അയ്യോ ജയിച്ചു, അത്ഭുതം, ആശ്ചര്യം. ഇവിടെയെല്ലാം ജീവിതത്തിന്റെ പ്രഥമവും പ്രധാനവുമായ എല്ലാ വൈകാരിക തലങ്ങളോട്, അത് ഭയമായാലും അത്ഭുതമായാലും ആനന്ദമായാലും ദുഃഖമായാലും എല്ലായിടത്തും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അയ്യോ. ഈ വാക്കിന്റെ അർത്ഥം എന്തുവാ? ഞാൻ ആദ്യമേ ഒരു ക്ലൂ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അയ്യോ, അയ്യൻ, അയ്യപ്പൻ, അയ്യൻ, അപ്പൻ, ദൈവം, ഇതാണ് അർത്ഥം. പഴയ മലയാളത്തിൽ അയ്യൻ എന്നാൽ അപ്പൻ, അപ്പൻ എന്നാൽ ദൈവം തന്നെയാണ്. ഇപ്പൊ നമ്മുടെ പിള്ളേര് പാറ്റയെ കാണുമ്പോ ഓ മൈ ഗോഡ് എന്ന് പറയുന്ന അത് തന്നെയാണ് നമ്മുടെ വല്യമ്മച്ചിമാര് പാമ്പിനെ കണ്ടപ്പോ അയ്യോ ദൈവമേ. കാലം മാറിയപ്പം ഉപയോഗിക്കുന്ന വാക്കിന്റെ അർത്ഥം അറിയാതെ പോയി. അപ്പൊ ഭാഷയ്ക്ക് കാലത്തിന്റെ പരിമിതിയുണ്ട്. ഭാഷയ്ക്ക് രണ്ട് പരിമിതിയുണ്ട്. ദേശത്തിന്റെ പരിമിതിയുണ്ട്, കാലത്തിന്റെ പരിമിതിയുണ്ട്. സ്പേസിന്റെയും ടൈമിന്റെയും ലിമിറ്റേഷൻ ഉണ്ട് ലാംഗ്വേജിന്. അതുകൊണ്ടാണ് സനാതനങ്ങളായ പുരാതനങ്ങളായ ഒരു പാരമ്പര്യങ്ങളിലും ദൈവം അതാണ് ദൈവം ഇതാണെന്ന് സിദ്ധാന്തങ്ങൾ രൂപീകരിക്കാത്തത്. കഥാരൂപത്തിൽ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് ഇത് പകർന്നു കൊടുക്കുന്നത്, പാട്ടുരൂപത്തിൽ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് ഇത് പകർന്നു കൊടുക്കുന്നത് മനുഷ്യബുദ്ധിയുടെ മനുഷ്യഭാഷയുടെ പരിമിതികളെ കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള പിതാക്കന്മാർ അത്തരത്തിൽ, അങ്ങനെയുള്ള പൂർവികന്മാർ അത്തരത്തിൽ അത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നത് കൊണ്ടാണ്. നേതി നേതി ഇന്ത്യൻ പാരമ്പര്യത്തിൽ പറയും, ദൈവം അതല്ല 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 അതാണെന്ന് പറയില്ല. നമ്മുടെ പൗരസ്ത്യ പാരമ്പര്യത്തിൽ അപ്പോഫാറ്റിക് തിയോളജി എന്ന് പറയും, നെഗറ്റീവ് തിയോളജിയാണ്. ദൈവം അതാണെന്ന് ഒരിക്കലും അഫേം ചെയ്ത് പറയത്തില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുന്നവൻ അറിയുന്നില്ല, അറിയുന്നവൻ പറയുന്നില്ല എന്ന് താവോ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അറിയുന്നവൻ പറയുന്നില്ല, പറയുന്നവനോട്ട് അറിയുന്നുമില്ല. അതാണ് കിഴക്കിന്റെ വിജ്ഞാനം. അതുകൊണ്ടാണ് ഇത് കഥാരൂപത്തിൽ പറഞ്ഞു പോകുന്നത്. ഈ ഭാഗം ഒരു ഇത്തിരി പ്രയാസമുള്ള ഭാഗമായിരുന്നു. ഇനി നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കഥകളിലേക്ക് ഇങ്ങ് പോരാ. പുതിയ ലോകക്രമം, വേദപുസ്തകത്തിന്റെ ലോകക്രമത്തിൽ ജീവിക്കണമെങ്കിൽ ഒന്ന്, നല്ലത് കാണാൻ ഒരു കണ്ണുണ്ടാവണം. രണ്ട്, നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ഒതുങ്ങുന്നതല്ല ദൈവത്തിന്റെ പ്രവൃത്തികളെന്നുള്ള വിവേകവും വിനയവും ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇത് കഥാരൂപത്തിൽ പറയുന്നത്. എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതിനെല്ലാം ഒന്നും നമുക്കൊരു ഉത്തരം കൊടുക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് മുമ്പിൽ വിവേകത്തോടെ വിനയത്തോടെ വിശുദ്ധിയോടെ ആയിരിക്കാൻ പരമാവധി ശ്രമിക്കുക എന്ന് മാത്രമേ നിസ്സാരന്മാരായ മനുഷ്യജീവികളെ കൊണ്ട് സാധ്യമാവുന്നു.
മൂന്നാമത്, ഏദൻ തോട്ടത്തിൽ സൂര്യനെയും ചന്ദ്രനെയും ഉണ്ടാക്കുന്നത് എത്രാമത്തെ ദിവസമാണ്? ഞാൻ ആദ്യം ഇങ്ങനെ കൃത്യമായിട്ട് ഓർഡറിൽ പറഞ്ഞു. ഞാൻ ഒരു ക്ലൂ തരട്ടെ. ഇപ്പൊ റിയാലിറ്റി ഷോ വന്നേ പിന്നെ അപ്പനാരാ അപ്പാപ്പനാരാന്ന് ചോദിച്ചാൽ ക്ലൂ വേണം. എത്രാമത്തെ ദിവസമാണ് സൂര്യനെയും ചന്ദ്രനെയും ഉണ്ടാക്കിയിരിക്കുന്നത്? 4-ാം ദിവസം. അപ്പൊ 1-ാമത്തെ ദിവസം ദൈവം എന്താ ഉണ്ടാക്കി? ഞാനത് കൃത്യമായിട്ട് പറഞ്ഞില്ലേ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ളത് ആ മൊത്തം പ്രോസസ്സിന്റെ തലക്കെട്ടാണ്. പിന്നെന്താ ഉണ്ട്? കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു, വെളിച്ചമുണ്ടായി. ലെറ്റ് ദേർ ബി ലൈറ്റ്. അപ്പൊ 1-ാമത്തെ ദിവസം ദൈവം വെളിച്ചമുണ്ടാക്കി. നമ്മളെല്ലാവരും പകല് പരസ്പരം കാണുന്നത് ഏത് വെട്ടത്തിലാ? സൂര്യന്റെ വെട്ടത്തിലാണ്. വൈകിട്ട് ചന്ദ്രനുണ്ടെങ്കിൽ, പൗർണമിയാണെങ്കിൽ നമുക്ക് ലൈറ്റ് പോലും വേണ്ട, പരസ്പരം കാണാം. അതുമല്ലെങ്കിൽ 10, 100, 150 വർഷം പഴക്കമുള്ള ഈ ലൈറ്റിന്റെ വെട്ടത്തിലാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ 1-ാമത്തെ ദിവസത്തെ വെളിച്ചം എവിടെ പോയി? ലാ പദ. അമീർ ഖാന്റെ PK-യിലെ ചോദ്യമല്ലേ, ലാ പദ, ഗോഡ് ഈസ് മിസ്സിംഗ്. ദ ഫസ്റ്റ് ഡേ ലൈറ്റ് ഈസ് മിസ്സിംഗ്. എന്ത്? നമ്മളെല്ലാവരും 4-ാമത്തെ ദിവസത്തെ വെളിച്ചത്തിലാണ് കാണുന്നതെങ്കിൽ 1-ാമത്തെ ദിവസത്തെ വെളിച്ചം എവിടെ പോയി? സെന്റ് മാക്സിമസ് ദ കൺഫസർ എന്ന് പറയുന്ന പിതാവ് പറയും, 1-ാമത്തെ ദിവസത്തെ വെളിച്ചം, ദ പ്രൈമൽ ലൈറ്റ് ഇസ് ദ ഇന്നർ ലൈറ്റ്. ആദ്യ വെളിച്ചമാണ് ആന്തരിക വെളിച്ചം. ഈ വെളിച്ചത്തെ കുറിച്ച് യേശു തമ്പുരാൻ പറയുന്നു, നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചം ഇരുട്ടായി പോയാൽ ആ ഇരുട്ടെത്ര വലിയത്. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു വെക്കുന്ന ആ വെളിച്ചമൊക്കെ ഈ ആന്തരിക വെളിച്ചത്തെ കുറിച്ചാണ്. അതുകൊണ്ട് തിരുവെഴുത്തനുസരിച്ചുള്ള പുതിയ ലോകക്രമത്തിൽ ജീവിക്കുമ്പോൾ ഈ സൂര്യന്റെ തേജസ്സിലോ സൂര്യന്റെ വെളിച്ചത്തിലോ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മളുടെ പുറമേയുള്ള ആ സൗന്ദര്യമോ അല്ലെങ്കിൽ നമ്മൾ അവതരിപ്പിക്കുന്ന നമ്മളോ അല്ല യഥാർത്ഥത്തിലുള്ള നമ്മൾ, പിന്നെയോ അകത്തെ വെളിച്ചമനുസരിച്ചാണ് നമ്മുടെ വ്യക്തിത്വത്തിന്റെ പ്രശോഭ നിലനിൽക്കുന്നത് എന്നോർത്ത് ആന്തരിക വെളിച്ചം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന് തിരുവെഴുത്തിന്റെ 1-ാമത്തെ ലോകക്രമത്തിന്റെ 3-ാമത്തെ പാഠം നമ്മളോട് പറയും. ഇനി 4-ാമത്, അനുസരണത്തെ കുറിച്ച് നല്ലൊരു പാഠം ഇവിടെ തരുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ ആദം ദൈവത്തെ അനുസരിക്കുന്നില്ല, ദൈവം പറഞ്ഞത് കേട്ടില്ല. അതാണ് ആദാമിന്റെ പാപം. അപ്പൊ എന്താ ഈ അനുസരണം? അനുസരണം എന്താ? അനുസരണം എന്ന് പറഞ്ഞ എന്താ? പറഞ്ഞ കേൾക്കുന്നല്ലേ? പക്ഷെ അല്ല, അനുസരണം എന്ന് പറഞ്ഞാൽ പറയാതെ കേൾക്കുന്നു. അനുസരണം പറഞ്ഞാൽ കേൾക്കുന്നതാണെന്ന് ഞാൻ സമ്മതിക്കത്തില്ല. കാരണം എന്നോട് 1-2 പ്രായമുള്ള ആളുകൾ 2-3 പഴഞ്ചൊല്ല് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ 1-ാമത്തെ പഴഞ്ചൊല്ല്, പറഞ്ഞാൽ കേൾക്കുന്നവനെ കണ്ടാൽ കുളിക്കണോ. പറഞ്ഞാൽ കേൾക്കുന്നവനെ കണ്ടാൽ കുളിക്കണം. ഉണ്ടേച്ച് കുളിക്കുന്നവനെ കണ്ടാൽ തൊഴിക്കണമെന്ന് പറയത്തില്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞാൽ കേൾക്കുന്നവനെ കണ്ടാൽ കുളിക്കണം. 2-ാമത്തെ പഴഞ്ചൊല്ല്, പറഞ്ഞാൽ കേൾക്കുന്നവരുടെ കാലത്ത് നാട് മുടിഞ്ഞു പോകും. അപ്പൊ അനുസരണം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കേൾക്കലല്ല, പറയാതെ കേൾക്കലാണ്. ഇത് നമ്മളുടെ വ്യത്യാസം എന്താ? ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം ആദമിനോട് പറഞ്ഞു, ആദമേ ആദമേ, ഈ പഴം പറിച്ച് തിന്നരുത്, ഈ മരത്തിന്റെ പഴം പറിച്ച് തിന്നരുത്. ആദം കേട്ടോ? കേട്ടില്ല. പറഞ്ഞിട്ടും കേട്ടില്ല. ഗത്സമന തോട്ടത്തിൽ വെച്ച് 2-ാമത്തെ ആദാമായ ക്രിസ്തു പിതാവാൻ ദൈവത്തോട് ചോദിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. പിതാവ് വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. പറയാതെ തന്നെ പുത്രൻ കേട്ടു, നിന്റെ ഇഷ്ടം പോലെ തന്നെ എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നു. 1-ാമത്തെ തോട്ടത്തിൽ പറഞ്ഞിട്ടും കേട്ടില്ല, 2-ാമത്തെ തോട്ടത്തിൽ പറയാതെ കേട്ടു. പറയാതെ കേൾക്കുന്നതിന് കുറെ കൂടി അധ്വാനം ആവശ്യമുണ്ട്. ഗത്സമന തോട്ടത്തിൽ വെച്ച് വിയർപ്പ് രക്തത്തുള്ളിയാവുന്ന തരത്തിൽ മനുഷ്യപുത്രൻ പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. പരിശുദ്ധനായ പാമ്പാടി തിരുമേനി ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ ഹിതമനുസരിക്കുവാൻ
ദൈവ തിരുമകൻ വിയർപ്പ് രക്തത്തുള്ളിയാവുന്ന തരത്തിൽ പ്രാർത്ഥിച്ചുവെങ്കിൽ നിസ്സാരന്മാരായ നമ്മളൊക്കെ നമ്മളുടെ തന്നിഷ്ടങ്ങളും തന്റെ ഇടങ്ങളും മാറ്റിവെച്ച് ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എത്രയധികം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്ന വലിയൊരു അധ്വാനം ദൈവഹിതം അനുസരിക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ യാമ നമസ്കാരങ്ങളെയൊക്കെ ഒരു കാർഷിക വൃത്തിയോട് ബന്ധപ്പെടുത്തി സുറിയാനി സഭാപിതാക്കന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സന്ധ്യാ നമസ്കാരത്തിന് നിലമൊരുക്കണം, സൂത്താറ നമസ്കാരത്തിന് വിത്ത് പാകണം, രാത്രി നമസ്കാരത്തിന്റെ ഓരോ കൗമാകളിൽ കളപറിക്കണം, കല്ല് മാറ്റണം, മുള്ളു നീക്കണം, പ്രഭാതമാകുമ്പോൾ ഇത് കൊയ്യാറാവും, പ്രഭാതത്തിൽ ഇത് കൊയ്യണം, 3-ാം മണി നമസ്കാരത്തിന് ഇത് ചുമന്നുകൊണ്ടുവരണം, 6-ാം മണി നമസ്കാരത്തിന് ഇത് മെതിക്കണം, 9-ാം മണി നമസ്കാരത്തിന് കയ്യിലിരിക്കുന്ന ധാന്യം മുഴുവൻ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യണം. പിന്നെയും കയ്യിലൊന്നും ഇല്ലാത്തത് കൊണ്ട് സന്ധ്യാ നമസ്കാരത്തിന് കിളയ്ക്കാൻ പോണം. ഇങ്ങനെയാണ് യാമ നമസ്കാരങ്ങളെ കാർഷിക വൃത്തിയോട് ബന്ധപ്പെടുത്തി അവനവന്റെ ഹൃദയാരാമത്തിൽ നിരന്തരമായി അധ്വാനിച്ച് ആ നിലം ഒരുക്കിക്കൊണ്ട് നല്ല വിത്തുകൾ മാത്രം, സുഹൃതങ്ങൾ മാത്രം നിക്ഷേപിച്ച ആ സുഹൃതങ്ങളുടെ സുഗന്ധം, ആ സുഹൃതങ്ങളുടെ തണലിൽ മാനവരാശിയെ മുഴുവൻ ചേർത്ത് പിടിക്കാനാവുന്നിടത്തോളം ചേർത്ത് പിടിക്കാൻ തക്കവിധം നമ്മുടെ ജീവിതം നിരന്തരം സജ്ജമാക്കിക്കൊണ്ടിരിക്കണമെന്നാണ് ഈ പുതിയ ലോകം ദൈവാനുസരണത്തിന്റെ 4-ാം പാഠം സമ്മാനിക്കുന്ന ഈ 1-ാമത്തെ ലോകക്രമം ഏദൻ തോട്ടത്തിലെ ലോകം നമ്മളോട് പറയുന്നത്. പിന്നെ ചില അല്ലറ ചില്ലറ കാര്യങ്ങൾ കൂടി പറഞ്ഞു കഴിയുമ്പോൾ ആ ലോകം അവസാനിക്കുകയാണ്. ആ ഏദൻ തോട്ടം സുന്ദരമായൊരു ഭൂപ്രകൃതിയായിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത്. അവിടെ അരുവികളുണ്ട്, മരങ്ങളുണ്ട്, കിളികളുണ്ട്, മൃഗങ്ങളുണ്ട്, എല്ലാത്തരം സംവിധാനങ്ങളും അവിടെയുണ്ട്. ആ പ്രപഞ്ചത്തിൽ ഇതിൽ നിന്നൊക്കെ വല്ലതും പഠിക്കാനുണ്ടോ? അരുവികളിൽ നിന്ന് എന്താ പഠിക്കാനുള്ളത്? 4 അരുവികളുണ്ടെന്നാ പറയുക ഏദൻ തോട്ടത്തിൽ. ഈ അരുവികളിൽ നിന്ന് എന്താ പഠിക്കാനുള്ളത്? പുഴകളിൽ നിന്ന് 2 പാഠമുണ്ട്. ഒന്ന്, ഒഴുകുന്ന വഴിക്കെല്ലാം പച്ചപ്പുണ്ടാക്കണം. നമ്മുടെ ജീവിതത്തിന് പഠിക്കാനുള്ള പാഠമാണ്. സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം പച്ചപ്പുണ്ടാക്കണം. ഒരു നദി ഒഴുകുന്ന ഈ 2 കരയിൽ എന്തൊരു പച്ചപ്പായിരിക്കും, എന്തൊരു തണുപ്പായിരിക്കും, എന്തൊരു കുളിർമയായിരിക്കും, എന്തൊരു തണലായിരിക്കും. 2-ാമത്തെ പാഠം, ഏത് നദി ഒഴുകിയാലും അതിനടിയിലുള്ള അടിത്തട്ടിലുള്ള കല്ലുകൾ നോക്കണം. അതിങ്ങനെ ഉരുണ്ട് നല്ല രസമായിട്ട് മിനുസമായിട്ടായിരിക്കും ഇരിക്കുക. അതങ്ങനെ ആയിരുന്നു? അല്ല, അതെല്ലാം കൂർത്ത കല്ലുകളാണ്. ആ കൂർത്ത കല്ലുകളെ നിരന്തരം ഇങ്ങനെ തലോടി അതിന്റെ മൂർച്ചകളെയെല്ലാം മാറ്റി മിനുസപ്പെടുത്തിയെടുക്കുകയാണ്. നമ്മുടെ ജീവിതം ഒഴുകുമ്പോഴും എത്ര മൂർച്ചയുള്ള മനുഷ്യരെ നമ്മൾ കാണും. ഒരു കാരണവുമില്ലാതെ നമ്മളെ നോവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. പ്രാർത്ഥന കൊണ്ട് പെതിയെ ഉരുമ്മി അവരുടെ മൂർച്ചകളെ ഇങ്ങനെ മൃദുവാക്കി മിനുസമാക്കി എടുക്കാൻ നമുക്ക് പറ്റണം. അത് നിരന്തരമായ തലോടൽ കൊണ്ട്, പ്രാർത്ഥനയുടെ നിരന്തരമായൊരു ആവൃത്തി അവരുടെ മേലെ ഇങ്ങനെ ചൂഴ്ന്നു നിൽക്കുന്നു എന്ന് നമുക്കുറപ്പുണ്ടായെങ്കിൽ മാത്രമേ അങ്ങനെ പറയുകയുള്ളൂ. നിന്റെ ശത്രുവിനോട് ക്ഷമിക്കുക, നീ അവന്റെ മേൽ തീക്കനൽ കുന്നിക്കുമെന്നാണ് വേദവാക്യം നമ്മളോട് പറയുക. ഇനി കിളികളിൽ നിന്ന് എന്താ പഠിക്കാനുള്ളത്? ഏതെങ്കിലും ഒരു കാക്ക താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കാക്കയെ നോക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ വീട്ടിലെ കോഴി, താറാവ് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോഴിക്കുഞ്ഞ് താടിക്കും കൈ കൊടുത്തിങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ കർത്താവും കണ്ടിട്ടില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ആകാശപ്പറവുകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക്. ഇല്ലേ? ഒരു ടെൻഷനും ഇല്ലെന്നാ പറയാം. എന്താ ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഗുരു നിത്യ പറയുന്നുണ്ട്, ടെൻസിൽ നിന്നുണ്ടാവുന്നതാണ് ടെൻഷൻ എന്നാ പറയാം. ടെൻസ് ഇല്ലേ? പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഇപ്പൊ ഇവിടെ കൺവെൻഷൻ ഇവനെ ഇവിടെ നമ്മൾ ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. അവനിങ്ങനെ ആകെ വിഷമിച്ച് ഇവിടെ ഇരിക്കുവാണ്. അപ്പം അവന് ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നേരെ സ്കൂളിൽ നിന്ന് പിടിച്ച് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുവാണ്. ഇവിടുന്ന് ഈ പ്രസംഗത്തിന്റെ ആഘാതമേറ്റവൻ വീട്ടിൽ പോയി അന്നേരം ഉറങ്ങിപ്പോകും. അപ്പൊ അവിടെ ചെന്ന് അവൻ ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ എണീറ്റ് ചടപടയുന്ന ബസ്സിൽ കയറി സ്കൂളിലോട്ട് പോകുമ്പോഴാണ് അവൻ ഓർക്കുന്നത്, എന്റെ ദൈവമേ, ഇന്നലെ ഹോംവർക്ക് ഉണ്ടായിരുന്നു, ഞാനത് ചെയ്തില്ല, അതുകൊണ്ട് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ടീച്ചർ എന്നെ വഴക്ക് പറയും. അവന് ടെൻഷനായി.
അവന് ടെൻഷനായി. ഈ ടെൻഷൻ എങ്ങനെ ഉണ്ടായേ? പാസ്റ്റ് ടെൻസിൽ അവൻ ഒരു ഹോംവർക്ക് കിട്ടി ഇന്നലെ, അല്ലെ ഇന്നിപ്പോ 4 മണിക്ക് അവനൊരു ഹോംവർക്ക് കിട്ടി. പ്രസന്റ് ടെൻസിൽ അവൻ അത് ചെയ്യാൻ പറ്റിയില്ല. അവനിങ്ങനെ പോവാണ്. നാളെ രാവിലെ എഴുന്നേറ്റു. നാളെ രാവിലത്തെ പ്രസന്റ് ടെൻസ് എടുത്തു. ആ പ്രസന്റ് ടെൻസിൽ അവൻ ഓർക്കുവാണ്, ഇന്നലെ എനിക്കൊരു ഹോംവർക്ക് കിട്ടി. അപ്പൊ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ടെൻസേ ഉള്ളൂ. ആ പ്രസന്റ് ടെൻസിലോട്ട് പാസ്റ്റ് ടെൻസ് കൂടെ കൂട്ടി വെച്ചു. അപ്പൊ എത്ര ടെൻസായി? ഒരു ടെൻസ് ഇരിക്കേണ്ടടുത്ത് 2 ടെൻസ്. ഇപ്പൊ ഒരു കസേരയിൽ ഒരാൾക്ക് ഇരിക്കാനാണ് പറ്റുന്നത്. ഇപ്പൊ ഈ കസേരയിലോട്ട് 2 പേരിരിക്കുക. പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും 2 പേരെ നിൽക്കുന്നില്ല. അവിടെ നിന്ന് അവൻ ആലോചിക്കുക, ഇനി സ്കൂളിൽ ചെല്ലുമ്പോൾ അതേത് ടെൻസാ? ഫ്യൂച്ചർ ടെൻസ്. ടീച്ചർ എന്നെ തല്ലും. അപ്പൊ ഈ 3 ടെൻസും കൂടെ ഒന്നിച്ചു വന്നു കഴിയുമ്പോൾ ടെൻസ്ഡ് ആവത്തില്ലേ? ഇല്ലേ? ഒരാൾ ഇരിക്കേണ്ട കസേരയിൽ 3 പേര് ഇരുന്നുള്ള അവസ്ഥ എന്തോ എന്ന് പറഞ്ഞതുപോലെ പ്രസന്റ് ടെൻസിൽ ഇരിക്കുന്ന നമ്മള് പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും കൂടെ ഒന്നിച്ച് ഇതിനകത്തോട്ട് ഇട്ട് കഴിയുമ്പോൾ നമ്മളാകെ ടെൻസ്ഡ് ആവും. അതുകൊണ്ടാണ് നല്ല ഗുരുക്കന്മാരും എപ്പോഴും പറയുന്നത് നിത്യജീവനെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യം. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ഓൾ ടെൻസസ് ആണ്. എല്ലാ ടെൻസുകളുടെയും അപ്പുറത്താണ് എറ്റേണൽ ലൈഫ്. അതുകൊണ്ടാണ് ക്രിസ്തു എപ്പോഴും നമ്മളോട് പറഞ്ഞത് നിത്യജീവനെ കുറിച്ചും ദൈവരാജ്യത്തെ കുറിച്ചും മാനസാന്തരപ്പെടുകയും മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ഇത് നമ്മൾ അത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും ടെൻഷൻ. നിങ്ങൾ വിചാരപ്പെടുന്നത് എന്തിനാ? എന്തുടുക്കും, എന്ത് കുടിക്കും, എന്ത് കഴിക്കും? അവിടെയാണ് യേശു പറയുന്ന ആകാശത്തിലെ പറവുകളെ നോക്കുക. അവിടെ ഞാൻ പറഞ്ഞ കിളികളെയൊക്കെ നോക്കി പഠിക്കാൻ നമുക്ക് പാഠമുണ്ട്. വീണ്ടും പൂക്കളെ നോക്കി എന്താ പഠിക്കാനുണ്ട്? പൂക്കളോട് സംസാരിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോ ഒരു പൂവിന്റെ അടുത്ത് ചെന്നിട്ട് പൂവിനോട് ചോദിക്കണം, ഇപ്പൊ ഒരു 4 മണി പൂവോ അല്ലെ 10 മണി പൂവോ, ഒറ്റ ദിവസത്തെ ആയുസേ ഉള്ളൂ. അതിന്റെ അടുത്ത് പോയിട്ട് അതിനോട് ചോദിക്കണം, പൂവേ പൂവേ നീ ഇങ്ങനെ വിരിഞ്ഞു നിന്നിട്ട് എന്നെ പ്രയോജനം? ഒറ്റ ദിവസത്തെ ആയുസല്ലേ ഉള്ളൂ. പൂവ് എല്ലാം കേൾക്കും. എന്നിട്ട് പറയും, ഞാൻ ഇന്നത്തെ ലോകത്തിന്റെ ഒരു ദിവസം എനിക്ക് ആയുസുള്ളൂ. ഈ ഒരു ദിവസത്തെ ലോകത്തിന്റെ സൗരഭ്യവും സൗന്ദര്യവും എന്നാലാവും വിധം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, ഒരു പൂന്തോട്ടത്തിൽ ഒരു കുഞ്ഞു പൂ വിരിഞ്ഞ് നിന്നാൽ ഒരു സൗന്ദര്യമുണ്ട്, ഒരു സൗരഭ്യമുണ്ട്. ഈ ലോകത്തിന്റെ ഇന്നത്തെ സൗന്ദര്യം എന്നാലാവും വിധം വർദ്ധിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മളത് കേട്ടിട്ട് തിരിച്ചിങ്ങോട്ട് പോരാൻ നേരം പൂ വിളിക്കും. പൂ വിളിച്ചിട്ട് നമ്മളോട് ചോദിക്കും, എത്ര വയസ്സായി? എല്ലാവരും അവരവരുടെ പ്രായം അങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ നമ്മുടെ പ്രായം പറഞ്ഞു കഴിയുമ്പോൾ പൂ നമ്മളോട് ചോദിക്കും, ഇത്രയും കൊല്ലമായല്ലോ വിരിഞ്ഞങ്ങ് നിൽക്കാൻ തുടങ്ങി. എന്നിട്ട് നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ, സമുദായത്തിന്റെ, ലോകത്തിന്റെ സൗന്ദര്യം എത്രമാത്രം വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്കായിട്ടുണ്ട്, അതോ ഉള്ളതും കൂടെ തല്ലിക്കെടുത്താനേ പറ്റിയിട്ടുള്ളൂ? നിസ്സാരമായൊരു പൂ നമ്മളെ വെല്ലുവിളിക്കും. ഇനി മൃഗങ്ങളെ നോക്കിയേ. ഈ മൃഗങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ച് വേദപുസ്തകത്തിൽ പറയുന്ന മൃഗങ്ങൾക്കൊക്കെ ഒരു 6ാം ഇന്ദ്രിയം ഉണ്ടെന്ന് വേണം കരുതാനായിട്ട്. കാരണം ബിലയാമിനെ അനുസരണം പഠിപ്പിക്കുന്ന ഒരു കഴുതയാണ്. യോനയെ ദൈവത്തെ വിളിക്കാൻ പഠിപ്പിക്കുന്ന ഒരു തിമിംഗല. ദാനിയേലിന്റെ മുമ്പിൽ ഉപവസിക്കുന്നത് ഒരു സിംഹമാണ്. ഏലിയാവിന് അപ്പം കൊടുക്കുന്നത് ഒരു കാക്കയാണ്. പാതുവയിലെ അന്തോണിയോസിന്റെ പ്രസംഗങ്ങൾ മീനുകൾ ഇങ്ങനെ കുളത്തിൽ നിന്ന് ചെകള പൊന്തിച്ചു വരുമെന്ന് പറയും. അസീസിയിലെ ഫ്രാൻസിസിന്റെ പ്രഭാഷണം കേൾക്കാൻ സഹോദരന്മാരായ കിളികളും പറവകളും വന്നിറങ്ങുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു 6ാം ഇന്ദ്രിയമുണ്ടോ ദൈവശബ്ദം കേൾക്കാനായിട്ട്? ഇതിൽ നിന്നൊക്കെ പഠിക്കണം. നമ്മൾ കേൾക്കുന്നതിനപ്പുറം ഇതുങ്ങളൊക്കെ ദൈവത്തെ അനുസരിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു പാഠം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. സാറാ ജോസഫിന്റെ ആദി ഉണ്ടല്ലോ, ആദി എന്ന് പറയുന്ന നോവലില് അതിന്റെ അവസാന ഭാഗത്ത് സാറ പറയുന്ന ഒരു മനോഹരമായ ആശയമുണ്ട്. കുഞ്ഞുങ്ങൾ ചോദിക്കുകയാണ്, നമ്മളെങ്ങനെയാണ് ഈ ആദി എന്ന് പറയുന്ന ഈ ചതിപ്പിൽ വന്ന് പെട്ടത്, നമ്മളെങ്ങനെയാണ് ഇവിടെ വന്ന് പെട്ടതെന്ന് ചോദിക്കുമ്പോൾ സാറ പറയുക, ആ എഴുത്തുകാരി എഴുതുന്നത് ഇങ്ങനെയാണ്: നമ്മൾ നാട്ടിൽ താമസിച്ച സമയത്ത് അവിടെ മിണ്ടിയാക്കുറ്റം, തൊട്ടാക്കുറ്റം, എല്ലാത്തിനും കുറ്റം. നമ്മൾ ഈ 19ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയിൽ കാണില്ലേ എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിനും അയിത്തമാണ്. എല്ലാ തരത്തിലും മനുഷ്യനിങ്ങനെ പറ്റം മനുഷ്യരിങ്ങനെ മൃഗങ്ങളായി ജീവിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് മിണ്ടാക്കുറ്റം, തൊട്ടാക്കുറ്റം, എല്ലാത്തിലും കുറ്റമാണ്. ചവിട്ടി പുറത്താക്കി. രായ്ക്ക് രാമാനെ ഇവിടെ എത്തി. മരങ്ങൾക്ക് തീണ്ടലില്ല, അവരിങ്ങനെ അകറ്റിപ്പായിക്കുന്നില്ല. മീനുകൾ കൊച്ചാട്ടില്ല, പക്ഷികളൊന്നും ജാതിഭേദം പറഞ്ഞില്ല. വാ വാ വാന്ന് പറഞ്ഞ് അവരൊക്കെ സ്നേഹത്തോടെ വിളിച്ചു. കഥകൾ കേട്ട് കുട്ടികൾ മീനിനെ സ്നേഹിച്ചു,
പക്ഷികളെ സ്നേഹിച്ചു, മരങ്ങളെ സ്നേഹിച്ചു, പ്രകൃതിയെ സ്നേഹിച്ചു. ഏദൻ തോട്ടത്തിലെ ലോകം നമ്മളോട് പറയുന്നത് ഈ പ്രപഞ്ചത്തെ, ഈ പ്രകൃതിയെ കുറെ കൂടി സ്നേഹപൂർവ്വം, ചൂഷണത്തിന്റെ ജീവനകലയല്ല ഇതിനോട് കാട്ടേണ്ടത്, കുറെ കൂടി സ്നേഹപൂർവ്വം, അനുഭാവപൂർവ്വം ഇതിനോടൊപ്പമായിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം മനുഷ്യനാണ് ഏറ്റവും ജൂനിയർ ക്രിയേഷൻ. ഏതൊരു കോളേജിലും സ്കൂളിലും ആണെങ്കിലും ജൂനിയേഴ്സ് സീനിയേഴ്സിനെ ബഹുമാനിക്കണ്ടേ? ഈ പാറ്റായും പഴുതാരയും എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ സീനിയേഴ്സാണ് കേട്ടോ. ഈ ഭൂമിയിലെ, ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളാണ്. നമ്മളെല്ലാവരും ജൂനിയർ മോസ്റ്റ് ക്രിയേഷനാണ്. അതുകൊണ്ട് ഒരല്പം ബഹുമാനം ഈ ഭൂമിയിലുള്ള എല്ലാത്തിനോടും കാണിച്ചാൽ വലിയ ഇക്കോ സ്പിരിച്വാലിറ്റി ഒന്നും പറയാതെ സമാധാനത്തോടെ നമുക്ക് കുറെ കാലം കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശുദ്ധവായു ശ്വസിച്ച് ജീവിക്കാൻ പറ്റും. അതാണ് തിരുവെഴുത്തിന്റെ 1-ാം പാഠം നമ്മളോട് പറയുന്ന ഏദൻ തോട്ടത്തിലെ കഥയിലെ അങ്ങനെ ഒരു ലോകക്രമത്തിൽ, ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാനുള്ള പാഠങ്ങളെല്ലാം. ഇനി 2 പാഠങ്ങൾ കൂടി ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. പെട്ടകത്തിലെ ലോകം, 2ാമത്തേത് നോഹയുടെ പെട്ടകത്തെ കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ജഡമെല്ലാം താന്താങ്ങളുടെ വഴിയിൽ സഞ്ചരിച്ച ഒരു കാലം ദൈവം പ്രളയമുണ്ടാക്കി. നോഹയെക്കുറിച്ചും പെട്ടകത്തെക്കുറിച്ചും വെള്ളപ്പൊക്കത്തെക്കുറിച്ചുമൊക്കെ സഭാചരിത്രത്തിൽ നിരവധി വ്യാഖ്യാനങ്ങളുണ്ട്. നോഹ മശിഹായുടെ പ്രതീകമാണെന്നും വെള്ളപ്പൊക്കം മാമോദീസായുടെ പ്രതീകമാണെന്നും അതിന്റെ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്കുള്ള യാത്രയൊക്കെ സ്ലീബായാലുള്ള രക്ഷയുടെ പ്രതീകമാണെന്നും ഒക്കെ നിരവധി വ്യാഖ്യാനങ്ങളുണ്ട്. നോഹയുടെ പെട്ടകം സഭയുടെ, പള്ളിയുടെ പ്രതീകമാണെന്നും പറയുന്നുണ്ട്. നിത്യജീവനിലേക്കുള്ള ഒരു രക്ഷാസങ്കേതമാണ് ദേവാലയം, സഭ എന്നുള്ള അർത്ഥം മറന്നിട്ട് പലപ്പോഴും അത് കേവലം വ്യാവഹാരികമായ ഒരു സ്ഥാപനമായി മാത്രം കണക്കാക്കുന്ന ഒരു കാലത്താണ് ഈ വർത്തമാനകാലത്ത് നോഹയുടെ പെട്ടകം വർത്തമാനകാല നമ്മുടെ ജീവിതത്തെ കുറെ കൂടി ആഴമുള്ളതാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. നോഹ പെട്ടകം പണിയുമ്പോൾ ആകാശത്തൊരു മഴക്കാറ് പോലുമില്ല. വലിയൊരു പെട്ടകം അയാൾ പണിയുന്നത്. ശരിക്കും പറഞ്ഞാൽ നാട്ടുകാരെല്ലാം പരിഹസിച്ചു കാണും അല്ലേ? ഒരാവശ്യമില്ലാത്ത സമയത്ത് ഇത്രയും വലിയൊരു വള്ളം പണിയുകയാണ്, ഒരു മഴക്കാറ് പോലും ഇല്ലാത്ത സമയത്ത്. ശരിക്കും സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി ആരിറങ്ങിയാലും ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ 12A+ ഉള്ളവനെയും നിങ്ങൾ അച്ഛനാക്കാൻ വിടുവോ? അവൻ വല്ല നല്ല പണിക്കും പോട്ടെന്ന് പറയും. ഇല്ലേ അച്ഛാ? അവൻ വല്ല നല്ല പണിക്കും പോട്ടെ. ഇത് ആരുടെ പണിയാ? മണ്ടന്മാരുടെ പണിയല്ലേ? എന്തായാലും ചീത്ത കേൾക്കാനുള്ള പണിയാണ്. അപ്പൊ മണ്ടന്മാരുടെ പണിയാണ്. അപ്പോ നിങ്ങൾ ആരും വിടത്തില്ല, കാരണം നിങ്ങൾ ബുദ്ധിയുള്ളവരാണ്. ഇതൊരു മണ്ടനാണ് നോഹ. അതുകൊണ്ട് ആകാശത്തൊരു മഴക്കാറ് പോലും ഇല്ല. പക്ഷെ ദൈവം പറഞ്ഞതനുസരിച്ച് അയാൾ ഒരു പെട്ടകം പണിയുകയാണ്. അയാൾ മനുഷ്യർ പറഞ്ഞതല്ല കേട്ടത്, ദൈവം പറഞ്ഞതനുസരിച്ച്. ഉൽപ്പത്തി പുസ്തകത്തിൽ 2 പ്രാവശ്യം അടിവരയിട്ട് പറയുന്നുണ്ട്, നോഹ ദൈവം പറഞ്ഞതുപോലെ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. ഒന്നുകൂടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ തന്നെ അവൻ ചെയ്തു. വർത്തമാനകാല സഭാജീവിതം, കൗദാശിക ജീവിതം, അത് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്, നോഹയുടെ പെട്ടകത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് അളവ് വ്യത്യാസം കാണിക്കരുത്. സഭാജീവിതത്തിൽ, കൗദാശിക ജീവിതത്തിൽ അളവ് വ്യത്യാസം കാണിക്കരുത്. നമ്മൾ പലപ്പോഴും പറയും കാലമൊക്കെ മാറി, ഈ ആരാധനയുടെ സമയമൊക്കെ ഇച്ചിരി ഒന്ന് കുറയ്ക്കണം ഇല്ലേ? എന്നാ നീളമായി കുർബാനയ്ക്കൊക്കെ, ഇതൊക്കെ ഇച്ചിരി കുറയ്ക്കണം. നോയമ്പ് 50 ദിവസം, ഇത് 2020 കളിക്കാമല്ലോ, ആദ്യത്തെ 10 അവസാനത്തെ 10 ഇല്ലേ? ഇതൊക്കെ കുറച്ച് വരുന്നല്ലേ നല്ലത്. നമുക്ക് തന്നെ ഒരു തോന്നലില്ലേ? കാലം മാറിയില്ലേ? ഇല്ലേ? കാലം മാറിയതനുസരിച്ച് കോലം മാറണ്ടേ എന്ന് നമ്മളിങ്ങനെ ചോദിച്ച് തുടങ്ങുന്ന ഒരു കാലമാണ്. ഇത്തിരി വെള്ളം ചേർത്ത കുഴപ്പമുണ്ടോ? ഉണ്ടോ? ഈ പെട്ടകം, സഭയാകുന്ന പെട്ടകം, ദേവാലയമാകുന്ന പെട്ടകം, കൗദാശികമാ ജീവിതമാകുന്ന പെട്ടകം, ആരാധനാ ജീവിതമാകുന്ന പെട്ടകം, അതിലൊരിത്തിരി വെള്ളം ചേർത്താൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. വെള്ളം കയറിയ വള്ളം മുങ്ങും. എന്തുകൊണ്ടാണ് ഇത്രയും വിവാഹമോചനം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാ? നമ്മൾ വിചാരിക്കുന്ന പിള്ളേരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടാണ് എന്നൊക്കെയാണ്. അടിസ്ഥാനപരമായിട്ട് ആ വിവാഹ കൂദാശ നടക്കുന്ന ആ സമയം നമ്മളെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. 10,000 പേരെ ക്ഷണിച്ചിട്ടാണ് കല്യാണം നടക്കുന്നത്. അതിൽ ആ 5 പേര്, ചെറുക്കൻ്റെ പെണ്ണിന്റെ അപ്പനും അമ്മയും സഹോദരനും സഹോദരിയും ആയിരിക്കും അവിടെ പ്രാർത്ഥിക്കുന്നത്.
ബാക്കി മുഴുവൻ സമയവും ഈ 1 മണിക്കൂർ നീട്ടിപ്പിടിച്ച് ചൊല്ലേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പുറത്ത് നിൽക്കുക. ഇല്ലേ? നമ്മൾ പുറത്ത് നിൽക്കുക. പിന്നെ ഈ പിള്ളേർ എങ്ങനെ ശരിയായി വരും? പ്രാർത്ഥനയുടെ പശ്ചാത്തലമില്ലാതെ, ആരാധനയുടെ ഒരു പിന്തുണയില്ലാതെ, ജനങ്ങളുടെ സമൂഹത്തിന്റെ പ്രാർത്ഥനയില്ലാതെ ആര് പിടിച്ചു നിൽക്കും? പട്ടക്കാർ പിടിച്ചു നിൽക്കും, വിശ്വാസികൾ പിടിച്ചു നിൽക്കും. ദൈവാശ്രയമില്ലാതെ നമ്മളിൽ ആര് പിടിച്ചു നിൽക്കും? ദൈവത്തോടുള്ള അനുസരണമില്ലാതെ, വിധേയത്വമില്ലാതെ നമ്മൾക്ക് എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയാണ് നമ്മൾക്ക് അഭിമുഖീകരിക്കാൻ പറ്റുക? ദൈവത്തിന്റെ പിന്തുണയില്ലാതെ. അത് മറന്ന് നമ്മൾ നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ സ്വാധീനത്തിൽ മാത്രം ആശ്രയിച്ച് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാമെന്ന് വിചാരിച്ചാൽ ഓരോ ജനവും താന്താന്റെ വഴി വഷളാക്കി എന്ന് പറയുന്ന ആ കൂട്ടത്തിൽ നമ്മൾ പെടും. മറിച്ച് മറ്റൊരു സാധ്യത നോഹ എന്ന മഹാപുരുഷൻ അവിടെ നമുക്ക് തെളിയിച്ച് കാണിച്ചിട്ടുണ്ട്. ദൈവം പറഞ്ഞതുപോലെ ആ തലമുറയിൽ നീതിമാനായി ഒരാളുണ്ടായിരുന്നു, അയാൾ മതിയായിരുന്നു. അതുകൊണ്ട് അനുസരണം ബലിയേക്കാൾ നല്ലതെന്നാണ് തിരുവെഴുത്ത്, അനുകരണം ബലിയേക്കാൾ നല്ലതെന്നല്ല. അവിടെ കാണുന്നത് ഇവിടെ കാണുന്നതുമെല്ലാം ഇതിനകത്തോട്ട് ചേർത്ത് വെക്കാനല്ല തിരുവെഴുത്ത് പറയുന്നത്. അനുസരണം ബലിയേക്കാൾ നല്ലത്, അത് മറക്കരുത് എന്ന് മാത്രം അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അഴീക്കോട് മാഷ് പണ്ടൊരു പ്രസംഗത്തിൽ പറഞ്ഞ പോലെ, 10 മിനിറ്റ് കൂടെ ഉള്ളൂ. അഴീക്കോട് മാഷ് പണ്ടൊരു പ്രസംഗത്തിൽ പറയുകയാണ്, ഒരു മുണ്ട്, അദ്ദേഹം ഇങ്ങനെ പറയാണ്, ഒരു മുണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് അതിനകത്ത് ഒരു കറ പറ്റുമോ, അതിലൊരു കീറലോ ഉണ്ട്, നമ്മളെല്ലാവരും ചാടി പറയുന്നത് മുണ്ട് കീറിപ്പോയി, മുണ്ടിൽ കറ പറ്റുന്നു. പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ നൂലാണ് പിഞ്ചി പോയിരിക്കുന്നത്, നൂലിലാണ് കറ പറ്റിയിരിക്കുന്നത്. എന്റെ സമൂഹത്തിന്, എന്റെ സമുദായത്തിന്, എന്റെ സഭയ്ക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ട്, ഞാൻ ജീവിക്കുന്ന കാലത്തിന് ഒരു കുറവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി അത് എന്റെ അശുദ്ധി കൂടി ചേർന്നിട്ടാണ്. അടിസ്ഥാനപരമായി എന്റെ ഒരു പങ്കാളിത്തം കൂടി അവിടെ ഉണ്ട്, ആ കുറവിന്റെ പിന്നിലും കൂടുതലിന്റെ പിന്നിലും. അത് മറന്ന് നമ്മൾക്ക് വിമർശിക്കാൻ എളുപ്പമാണ്, അത് നമ്മൾക്ക് ആരെ വേണമെങ്കിലും കുറ്റം ആരോപിക്കാൻ എളുപ്പമാണ്. നമ്മുടെ ഒരു പങ്കാളിത്തം കൂടി, അടിസ്ഥാനപരമായി നാം ചെയ്യേണ്ട ചില സംഗതികൾ കൂടിയാണ്. അതൊഴിവാക്കി നമ്മളുടെ വാക്കുകൾ വെറുതെ വമ്പ് പറച്ചിലുകളായി മാറുന്നെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. നോഹയുടെ പെട്ടകം നമ്മളോട് പറയുന്നു, അളവ് വ്യത്യാസം കൂടാതെ കൗദാശിക ജീവിതം നയിക്കുന്നതിനെ കുറിച്ച്. ഒരു ഭാഗം കൂടി അവിടെ പഠിക്കാനുണ്ട്. അനുരഞ്ജനത്തിന്റെ ഒരു ജീവനകല കൂടി നോഹയുടെ പെട്ടകം പഠിപ്പിക്കുന്നുണ്ട്. ഈ പെട്ടകം എന്ന് പറയുന്നത് സഭയുടെ പ്രതീകമാണ്, പള്ളിയുടെ പ്രതീകമാണെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ചില സമയത്തൊക്കെ പള്ളി പൊതുയോഗത്തിന്റെ പ്രതീകമാണ്. അതിനകത്ത് എന്തുമാത്രം സാധനങ്ങളുണ്ട്. ആട്, മയില്, ഒട്ടകം. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ജെമിനി സർക്കസ് കണ്ട്, അല്ല പോസ്റ്റർ കണ്ടു. അപ്പൊ അതിനകത്ത് പറഞ്ഞ ആട്, മയില്, ഒട്ടകം, സിംഹം, കടുവ, പുലി, പാമ്പ് എല്ലാം ഉണ്ടല്ലേ. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ കടിക്കുന്നതുണ്ട്, ചീറ്റുന്നതുണ്ട്, കുത്തുന്നതുണ്ട്, പുറകിൽ നിന്ന് കുത്തുന്നതുണ്ട്. പൊതുയോഗത്തിന്റെ കാര്യമല്ല, പെട്ടകത്തിന്റെ കാര്യം പറയുന്നത്. നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കും പള്ളി പൊതുയോഗത്തിന്റെ, സഭാ പൊതുയോഗത്തിന്റെ കാര്യമാണ്. അതല്ല. ഇല്ലേ, കുത്തുന്നതുണ്ട്, പുറകിൽ നിന്ന് കുത്തുന്നതുണ്ട്, വെറുതെ കിടന്ന് ചലയ്ക്കുന്നതുണ്ട്. ചിലതൊക്കെ തുടങ്ങിയ നിർത്തത്തില്ല. ഇങ്ങനെ സകലമായ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ ഇതുങ്ങൾ തമ്മിൽ വല്ല പിണക്കോ വഴക്കോ അതിനകത്തുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം പാമ്പോ കീരിയോ ഏതെങ്കിലും ഒരെണ്ണം ഇപ്പൊ ലോകത്ത് കാണത്തുള്ളായിരുന്നു. കാരണം ഈരണ്ടായിട്ട് അകത്തോട്ട് കയറ്റി ബാക്കിയെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയെന്നാണ് ബൈബിളിൽ പറയുന്നത്. പാമ്പോ കീരിയോ ഒരെണ്ണം കാണത്തില്ല. അവിടെ പാമ്പും കീരിയും നല്ല രസമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് വാട്സപ്പ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും, ഇല്ലേ? സിംഹവും മാനും കൂടെ ഒക്കെ ചെസ് കളിക്കുമായിരിക്കും. സമയം പോണ്ടേ? പെട്ടകത്തിൽ 40 വരെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമല്ലേ. എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഒരു വഴക്കുണ്ടാകുന്നത്? അതുങ്ങൾക്കറിയായിരുന്നു ഇതിന് പുറത്ത് വെള്ളമാണ്, അപകടമാണ്. ഇതിനകത്ത് സമാധാനപരമായൊരു സഹവർത്തിത്വം സാധ്യമായി നിലനിൽക്കുന്നുവെങ്കിൽ മാത്രം നമുക്ക് അതിജീവനമുള്ളൂ എന്ന് അതുങ്ങൾക്കറിയായിരുന്നു. അതുകൊണ്ട് അതുങ്ങൾ അതിനകത്ത് മര്യാദയ്ക്കണം. നമുക്ക് അത്രയും ഒരു ബോധം ഇപ്പൊ ഇല്ല പലപ്പോഴും. നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കുന്ന രക്ഷാസങ്കേതമാണ് സഭ. ആ സഭയ്ക്കിട്ട് പണിയാനല്ല പറഞ്ഞിരിക്കുന്നത്, സഭയെ പണിയാനാ പറയുന്നത്.
ആ സഭയെ അളവ് വ്യത്യാസം കൂടാതെ പണിയുക. അതാണ് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നത്. ഈ ഒരു വിവേകം സൂക്ഷിക്കണം. ഇതിന് പുറത്ത് അപകടമാണ്, ഇതിന് മുഖത്ത് പ്രളയമാണ്. അതുകൊണ്ട് ഇതിനകത്തൊരു ലയം സൂക്ഷിക്കണം, ഒരു ഹാർമണി സൂക്ഷിക്കണം. പുറത്ത് ഡിസ്ഹാർമണിയാണ്, അതുകൊണ്ട് ഇതിനകത്തൊരു ഹാർമണി ഉണ്ടാവണം. അനുരഞ്ജനത്തിന്റെ ഒരു ജീവനകല നമ്മളുടെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ നോഹയുടെ പെട്ടകം നമ്മളോട് പറയുന്നു. അവസാനമായി മൂന്നാമത്തെ ലോകക്രമം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം യഹോവ അബ്രാമിനോട് പറയുന്നു, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഇതൊരു ഭാവി കാലത്തിന്റെ സൂചനയാണ്. എന്തുകൊണ്ടാണ് അബ്രാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കുന്നത്? എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത് എന്ന് പോലും അറിയാതെ ദൈവത്തിന്റെ വാക്ക് കേട്ട് എടുത്തുചാടി. ആ എടുത്തുചാട്ടത്തിന്റെ പേരാണ് വിശ്വാസം. അതുകൊണ്ടാണ് സെയിന്റ് പോൾ പിന്നീട് പറയുന്നത്, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമെന്ന്. അബ്രാമിന്റെ മൈഗ്രേഷനെ മാത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു നിർവചനം ഫെയ്ത്തിനുണ്ടാവുന്നത്. വീണ്ടും സെയിന്റ് പോൾ പറയുമല്ലോ, ദൈവം തന്നെ സ്നേഹിച്ചിട്ടുള്ളവർക്ക് ഒരുക്കിയിട്ടുള്ളതിനെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് യുക്തിരഹിതമല്ല, യുക്തിക്കതീതമാണ്. ബിയോണ്ട് റാഷണലിസം, ബിയോണ്ട് റാഷണാലിറ്റി. വിശ്വാസം യുക്തിക്ക് അതീതമാണ്. ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി, നമ്മുടെ കുഞ്ഞുമക്കൾ പെട്ടെന്നൊന്ന് പകച്ചു പോകും. ഇതൊക്കെ യുക്തിക്ക് നിരക്കുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊന്നും യുക്തിക്ക് നിരക്കുന്നതല്ല, ഇതൊന്നും യുക്തിക്ക് നിരക്കുന്നതല്ല. പിന്നെയോ യുക്തിക്ക് അതീതമാണ്, ബിയോണ്ട് റാഷണലാണ്. അത് തിരുവെഴുത്തിലെ എല്ലാ മഹാപുരുഷന്മാരും, നമ്മളുടെ സഭാചരിത്രത്തിലെ എല്ലാ പിതാക്കന്മാരും, മഹാന്മാരായ പൂർവികന്മാരും അവരുടെ നിരുപാധികമായ ദൈവാശ്രയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇത് യുക്തിക്ക് അതീതമായ ഒരു യാഥാർത്ഥ്യമാണെന്നാണ്. വിശ്വാസം അല്ലാതെ യുക്തി കൊണ്ട്, ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാനുള്ളതല്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഏദൻ തോട്ടം ഒരു കഥയാണെന്നും ആ കഥാരൂപത്തിൽ കഥനം ചെയ്തുകൊണ്ടാണ് സത്യം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് എല്ലാ സനാതന പാരമ്പര്യങ്ങളിലും സംക്രമിക്കപ്പെട്ടിട്ടുള്ളത് എന്നും ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചത് ഇവിടെ അവസാനിപ്പിക്കാനാണ്. ഈ വാക്യം കേൾക്കുമ്പോൾ നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് പുറപ്പെട്ടു പോവുക എന്ന് പറയുമ്പോൾ ഒരു മരണത്തിന്റെ ചുവയാ വരിയിലുണ്ട്. ഇല്ലേ, മരിക്കുമ്പോഴല്ലേ നമ്മുടെ ദേശത്തെയും ചർച്ചക്കാരെയും എല്ലാം വിട്ട് നമ്മൾ പോകേണ്ടി വരിക. ആഴമേറിയ ഒരു മരണബോധം ഈ ഭാഗം നമുക്ക് സമ്മാനിക്കും. മരണഭീതിയല്ല, മരണബോധം. മരണബോധം നമ്മുടെ ജീവിതത്തെ കുറെ കൂടി ആഴമുള്ളതാക്കും. നമ്മുടെ പ്രാർത്ഥനകളിൽ നീളം കൂട്ടാം, ഉപവാസങ്ങളുടെ ദൈർഘ്യം കൂട്ടാം, പഠനത്തിന്റെ ആഴം കൂട്ടും. ഇല്ലേ, മരണബോധം നമുക്ക് കുറച്ചുകൂടെ ആഴം തരും. ഞാൻ ഒരു കഥ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിച്ചാലോ? കഥ പറഞ്ഞല്ലേ തുടങ്ങിയത്. ആചാര്യ വിനോഭാവെ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കഥയാണ്. ഏകനാഥൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വാമി, അയാളുടെ ആശ്രമത്തിൽ എല്ലാ ദിവസവും സത്സംഗങ്ങളുണ്ട്. ആ സത്സംഗം ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വാമി പ്രസംഗിക്കുന്നത് ചെറിയൊരു ചിരിയോടുകൂടിയാണ്. ആള് ചെറുപ്പക്കാരനാണ്. അപ്പൊ ഈ ചെറിയൊരു ചിരിയോടുകൂടി സ്വാമി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ താഴെ ഇരിക്കുന്ന മുതിർന്നവർക്കൊക്കെ ചെറിയ പ്രയാസം. ഇയാൾക്ക് ഇത്ര ചെറുപ്പത്തിൽ എന്തും ഇത്ര ആനന്ദം, ഞങ്ങൾക്കൊക്കെ ടെൻഷൻ കൂടിക്കൂടി വരികയാണ് പ്രായം കൂടുന്തോറും. ആരും ചോദിക്കുന്നില്ല. ഈ സ്വാമിമാർക്ക് മൂക്കത്തല്ല ദേഷ്യം, വല്ല ശാപവും തന്നെങ്കിലോ എന്ന് വിചാരിച്ച് ആരും ഒന്നും ചോദിക്കാതെ അവിടെ ഇരിക്കുകയാണ്. പക്ഷെ ഒരു കാരണവർ എഴുന്നേറ്റങ്ങ് ചോദിച്ചു. എല്ലാരും പോയി കഴിഞ്ഞപ്പോൾ സ്വാമിക്ക് എന്താ ഇത്ര ആനന്ദം സന്തോഷം എന്ന് ചോദിച്ചു. സ്വാമിയുടെ മുഖം അങ്ങ് മാറി. സ്വാമി പെട്ടെന്ന് പറയുകയാണ്, ഇന്നേക്ക് 3-ാം ദിവസം നിങ്ങൾ മരിക്കും. ദേ കിടക്കുന്നു, എല്ലാ ആവശ്യമുള്ളതാണോ? ഇന്നേക്ക് 3-ാം ദിവസം നിങ്ങൾ മരിക്കും. ഇത് കേട്ടതും ഇയാള് പെട്ടെന്ന് ടെൻഷനായിട്ട് ഇനി കൂടുതലൊന്നും കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇയാൾ വീട്ടിലോട്ട് പോരാണ്. ഇയാൾ വീട്ടിലോട്ട് പോരുന്ന വഴിക്ക് അതുവരെ കൂടിക്കണ്ടെന്നാൽ മിണ്ടാത്ത ഒരു ശത്രുവിനെ കണ്ടു, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഭയങ്കര സ്നേഹം. കാരണം 3 ദിവസം കഴിഞ്ഞ് മരിക്കുമല്ലോ, ശവടക്കിനേലും അവനേലും വരണമല്ലോ. അത് കാരണം ഭയങ്കര സ്നേഹം. വീട്ടിൽ ചെന്നിട്ട് ഭാര്യയ്ക്ക് ആകെപ്പാടെ ഒരു പ്രയാസം. കാരണം ഇയാൾ ഈ ധ്യാനം കൂടാൻ പോയിട്ട്, സത്സംഗം കൂടാൻ പോയിട്ട് എന്തൊരു മാനസാന്തരം, ഭയങ്കര സ്നേഹം. കാരണം പോയ വഴിക്ക് ഇയാള് കുറെ തുണി, പലചരക്ക് സാധനം, ഇതുവരെ അങ്ങനെ ഒരു നല്ല പ്രവൃത്തിയും ചെയ്തിട്ടുള്ള മനുഷ്യനല്ല.
ഇയാൾ ഇതെല്ലാം വാങ്ങിച്ചോണ്ട വീട്ടിൽ ചെന്ന് ഭാര്യ വിചാരിച്ച ആ ധ്യാന ഗുരുവിനെ ഒന്ന് കാണണം, സമ്മതിക്കണം. ഒറ്റ ദിവസം കൊണ്ട് ഇയാളെ ഇത്രയും മാനസാന്തരത്തിൽ നയിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ ഭാര്യയ്ക്ക് ചെറിയൊരു പന്തികേട് തോന്നി. കാരണം വൈകിട്ട് കൃത്യം 6 മണിക്ക് മണിയടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അയാൾ അടറ പായും വിരിച്ച് പ്രാർത്ഥന തുടങ്ങി. ഇന്നേ വരെ 6 മണിക്ക് ആ പുള്ളി വീട്ടിൽ കയറിയിട്ടുള്ളതല്ല, 6 മണിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന തുടങ്ങിയിട്ട് തീരുന്നുമില്ല. പിന്നെയും പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെയൊക്കെ പഴയ വല്യപ്പച്ചന്മാരില്ലേ, ഓർക്കുന്നുണ്ട്, പഴയ 90, 100 ആയി കഴിയുമ്പോൾ അവർ ഈ ഉറക്കം വരുന്നവരെ അപ്രേമിന്റെ മെമ്മറായൊക്കെ പിന്നെയും തന്നെയും ചൊല്ലുക. വല്യമ്മച്ചി ഇടയ്ക്ക് വന്ന് ചോറ് വാർത്തിട്ട് വരിക, പിന്നെ ചോറ് വിളമ്പി പിള്ളേർക്ക് കൊടുക്കുക, പിന്നെ വല്യമ്മച്ചി പിള്ളേരെ കൊണ്ട് കിടത്തുക. അപ്പോഴും അപ്പച്ചൻ ഉറക്കം വരുന്നവരെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിൽ എന്ന് പറഞ്ഞ മാതിരി ഇയാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാര്യ കുറച്ചു നേരം ഇരുന്നു. അത് കഴിഞ്ഞ ഇപ്പൊ പറഞ്ഞ പോലെ പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തു. അവസാനം അവരെ കൊണ്ട് കിടത്തി. കുറച്ചു നേരം കൊണ്ട് നോക്കി, രക്ഷയില്ല. പിന്നെയും കൊണ്ട് കിടത്തി. അവരും കിടക്കാൻ പോവാണ്. ഇപ്പൊ എത്ര വെച്ച സമയം? 8:25. ഏകദേശം അവിടെ ഇവിടെ ഒരു സമയം 8:25. 8:25 ആയപ്പോൾ ഭാര്യ പോയി കിടന്നു. ഇയാളുടെ പ്രാർത്ഥന തീരുന്നില്ല. മണി 9 ആയി, 10 ആയി. എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ അയാൾ ഒരു കട്ടിലെടുത്തോണ്ട് വന്നിട്ട് ആ നടുക്കത്തെ മുറിയിലോട്ട് കിഴക്ക് പടിഞ്ഞാറായിട്ടും കിട്ടു. മരിക്കാൻ റെഡിയായിട്ടാണ്. ഇത് 3ാമത്തെ ദിവസത്തെ കാര്യമാണ്. 2ാമത്തെ ദിവസം അയാൾ വില്ലേജ് ഓഫീസിൽ പോയി എല്ലാ വിൽപ്പത്രമൊക്കെ റെഡിയാക്കുക. ഞാൻ പെട്ടെന്ന് സമയക്കുറവ് കൊണ്ട് പറഞ്ഞില്ലെന്നുള്ളൂ. 3ാമത്തെ ദിവസമാണ് ഇത് സംഭവിക്കുന്നത്. അയാളിങ്ങനെ കിടന്നു, കിഴക്ക് പടിഞ്ഞാറായിട്ട് കിടന്നു. ഒരു കുരിശുമൊക്കെ എടുത്ത് കൈ പിടിച്ച് രാവിലെ അച്ഛൻ വന്ന് വെച്ചാൽ മതി, പ്രിൻസ് അച്ഛനോ വല്ലതും വന്ന് വെച്ചാൽ മതി. ആ ഒരു പരുവത്തിൽ ആളിങ്ങനെ കിടപ്പാണ്. മണി 12 ആയി. മരിക്കുന്നില്ല. 3 ദിവസം കൃത്യം തികഞ്ഞു. മരിക്കാതിരുന്നിട്ട് ഇയാൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഒരു തരത്തിൽ ഇയാൾ നേരം വെളുപ്പിച്ച് രാവിലെ 5 മണിയായപ്പോൾ ഈ സ്വാമിയുടെ ആശ്രമത്തിൽ വന്നു. എന്നിട്ട് സ്വാമിയോട് പറയാണ്, സ്വാമി കതക് തുറക്കുന്നത് ഇയാളെ കണി കണ്ടുകൊണ്ടാണ്. അപ്പോഴേ കിട്ടി ചീത്ത. അല്ലേലും എനിക്കറിയാമായിരുന്നു നീ ഒരു കള്ളസ്വാമിയാണ്, നിന്റെ കള്ളച്ചിരി കണ്ടാലേ അറിയാം നീ ഒരു കള്ളസ്വാമിയാണെന്ന് പറഞ്ഞ് തുടങ്ങി. ഒരു 10 മിനിറ്റ് അങ്ങ് ചീത്ത വിളിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഈ സ്വാമിമാരുടെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഞങ്ങളെ ചീത്ത വിളിക്കുകയാണെങ്കിൽ 10 മിനിറ്റ് ഞങ്ങൾ മിണ്ടാതിരിക്കും. കാര്യം എന്തെന്നറിയോ? ഈ ലോകത്ത് ഒരു മനുഷ്യനും 10 മിനിറ്റിൽ കൂടുതൽ ചീത്ത വിളിക്കാനുള്ള ശേഷിയില്ല. കാരണം ദൈവം സൃഷ്ടിച്ചാണ് എല്ലാവരെയും. ദൈവം സൃഷ്ടിച്ച എല്ലാം നല്ലതുമാണ്. പിന്നെ ഈ വഴി കൂടെ നടന്നു പോയപ്പോൾ ഈ വാതുക്കൂടെയും കയറിയ അശുദ്ധിയൊക്കെ ഈ മനുഷ്യന്റെ മനസ്സിൽ കിടപ്പുള്ളൂ. എല്ലാവരുടെയും മനസ്സിൽ. ആരും മോശക്കാരൊന്നുമില്ല. കുറച്ചൊക്കെ ഈ പോകുന്ന ഇതെല്ലാം ചുമ്മാ ആവശ്യമില്ലാതെ തുറന്നു വെച്ചാൽ കയറുന്ന മാലിന്യങ്ങൾ മാത്രമേ കിടപ്പുള്ളൂ. ഇതൊരു 10 മിനിറ്റ് എടുത്ത് കളയാവുന്നതുള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇയാൾ ക്ഷീണിച്ചു. കാരണം അതിൽ കൂടുതൽ ചീത്ത ഇയാൾക്ക് അറിയത്തില്ല. അപ്പൊ അയാൾ ക്ഷീണിച്ച സമയത്ത് സ്വാമി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പുള്ളിക്കാൻ കൊടുത്തു. കുടിച്ചോളാൻ പറഞ്ഞു. ഇയാൾ വെള്ളം കുടിക്കുന്ന ഗ്യാപ്പിൽ സ്വാമി പറഞ്ഞു, അതെ 3 ദിവസം മുമ്പ് നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു സ്വാമിക്ക് എന്താ ഇത്ര ആനന്ദമെന്ന്. ഞാൻ അതിന്റെ ഉത്തരം പറയാൻ തുടങ്ങി പകുതിയായപ്പോൾ നിങ്ങൾ അങ്ങ് പോവുകയും ചെയ്തു. ഇന്നേക്ക് 3ാം ദിവസം നിങ്ങൾ മരിക്കും. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ പോയി. ബാക്കി എന്താ? ഇന്നേക്ക് 3ാം ദിവസം നിങ്ങൾ മരിക്കുമെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഉറപ്പ് തരുവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആരോടാണ് അസൂയ, വിദ്വേഷം, വെറുപ്പ്, പക ഇതൊക്കെ വെച്ചോണ്ടിരിക്കാൻ പറ്റുക? ആരിലും വെച്ചോണ്ടിരിക്കുമോ? ഇല്ല. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഉള്ളിൽ ആനന്ദമല്ലാതെ പിന്നെ എന്തോ ഉള്ളത്? ഈ പറയുന്ന അസൂയയും പകയും വിദ്വേഷവും വെറുപ്പും ഒന്നും ഉള്ളിലില്ലെങ്കിൽ പിന്നെ ആനന്ദമല്ലാതെ മറ്റെന്താണ് നമ്മുടെ ഉള്ളിലുണ്ടാവുക? ഇതാ ഞാൻ പറയാൻ വന്നത്. യാക്കോബിന്റെ പുസ്തകത്തിൽ പറയുന്നു, ഇന്നോ നാളെയോ ഇന്ന പട്ടണത്തിൽ ചെന്ന് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പീൻ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? വെറും ആവിയല്ലയോ? ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ദൈവത്തിന്റെ കൃപയാൽ ചെയ്യുമില്ലേ? അങ്ങനെയല്ലേ പറയേണ്ടത്? അല്ലെങ്കിൽ ഇതെല്ലാം പ്രശംസയാകുന്നു എന്നാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതിന്റെ വാക്ക് ഉപസംഹരിക്കുകയാണ്. ഒരു മരണബോധം നമ്മളെ കുറെ കൂടി ആഴമുള്ള മനുഷ്യരാക്കും, സ്നേഹമുള്ള മനുഷ്യരാക്കും, ആനന്ദമുള്ള മനുഷ്യരാക്കും. ഈ 3 ലോകക്രമങ്ങൾ നമ്മളുടെ ധാരണകളും തെറ്റിദ്ധാരണകളും കൊണ്ട് നമ്മൾ രൂപപ്പെടുത്തുന്ന താന്താങ്ങളുടെ ലോകത്തിൽ നിന്ന് ഉണർന്നെണീറ്റ് ദൈവം നമുക്കായി സൃഷ്ടിച്ചിട്ടുള്ള ഒരു പുതിയ നവലോകക്രമത്തിലേക്കായിരിക്കാൻ ഏദൻ തോട്ടത്തിലെ ലോകത്തിലെ പാഠങ്ങളുണ്ട്. അതിൽ അനുസരണത്തിന്റെ പാഠമുണ്ട്, നല്ലത് കാണുന്ന കണ്ണുണ്ടാവണമെന്നുള്ള പാഠമുണ്ട്, യുക്തിക്കപ്പുറമാണ് ദൈവത്തിന്റെ പ്രവർത്തികൾ എന്നുള്ള വിവേകമുണ്ട്.
അനുസരണത്തിന്റെ പാഠമുണ്ട്, പ്രപഞ്ചത്തെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന പാഠമുണ്ട്. നോഹയുടെ പെട്ടകത്തിൽ അളവ് വ്യത്യാസം കൂടാതെ സഭാജീവിതം നയിക്കണമെന്ന് പറയുന്നുണ്ട്. അനുരഞ്ജനത്തിന്റെ ജീവനകല അഭ്യസിക്കണം, സമാധാനപരമായ ഒരു സഹവർത്തിത്വം നാം പരിശീലിക്കണമെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ ഭാവി ലോകം നമ്മളോട് പറയുന്നു. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാക്കിലേക്കുള്ള, തിരുമനസ്സുകൊണ്ട് ഓർമ്മിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിലേക്കുള്ള ഒരു എടുത്തുചാട്ടമാണ്. അത് മരണബോധത്തോടുകൂടി നാം ജീവിക്കുമ്പോൾ കുറെ കൂടി ആഴത്തിൽ മനുഷ്യരോട് നമുക്ക് ഇടപെടാൻ സാധ്യമാകുമെന്നും അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെയും നല്ല ശ്രദ്ധയ്ക്കും സ്നേഹത്തിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം ഇവിടെ ഉപസംഹരിക്കുന്നു.